തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള BJP മാർച്ചിൽ സംഘർഷം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അവിടെ പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയില്ല. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ BJP മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പണം തിരിമറി നടത്തിയവർക്ക് കൂട്ടുനിന്നോ? അപ്പോൾ അവിടെ നേരത്തെ ഹരിതകർമ്മസേനയുടെ പണം തിരിമറി എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BJP കൗൺസിലർ കൂട്ടുനിൽക്കുകയാണ് എന്ന രീതിയിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. പരാതി നൽകിയവർക്കെതിരെ ഭീഷണി നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ചില പുന്നക്കാമുകൾ വാർഡിലെ ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തിരിമറി നടന്നു എന്നൊക്കെ തരത്തിലുള്ള ചില ആരോപണങ്ങളും ചില ഗുരുതരമായ പരാതികളൊക്കെ വന്നിരുന്നു. പരാതി നൽകിയ ഹരിത സേനാംഗങ്ങളെ അപ്പോൾ അവിടെ പ്രശ്നമാണിപ്പോൾ. അവിടെ പോലീസും BJP പ്രവർത്തകരുമായി നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യം പോകുന്നു. റിനു ശ്രീധരാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നത്. റിനു, എന്താണ് വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? ആവശ്യത്തിന് പോലീസുകാരുണ്ടോ റിനു? കാശ്മി, അല്പസമയം മുമ്പാണ് BJP പ്രവർത്തകർ, കൗൺസിലർമാർ അടക്കമുള്ള BJP പ്രവർത്തകർ തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേന അംഗത്തെ BJP കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച ഭരണപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം കൊണ്ടുവരികയും വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ വാർത്ത നമ്മളാണ് പുറത്തുവിടുകയും ചെയ്തത്. 24 വാർത്തയെ തുടർന്നായിരുന്നു ഇത്തരമൊരു പ്രതിഷേധം കൗൺസിൽ യോഗത്തിൽ നടന്നതെങ്കിൽ ഇന്ന് BJP കൗൺസിലർമാരും അതുപോലെ തന്നെ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, BJP പ്രവർത്തകർ ഇപ്പോൾ ലാപ്ടോപ്പ് വിതരണത്തിൽ അഴിമതി ആരോപിച്ചാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഹാഷ്മി BJP പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകർ നഗരസഭയുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും മുന്നിൽ വെച്ച ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ബാരിക്കേഡ് കടന്ന് നഗരസഭാ ഓഫീസിനകത്തേക്ക് പോകുവാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതിനെ ചെറുക്കുവാൻ വേണ്ടിയാണ് പോലീസ് ഉന്തും ബലപ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യം. പോലീസ് ഇവരുമായി ഉന്തും തള്ളിലേക്ക് ഏർപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ബാരിക്കേഡ് തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നെങ്കിലും പോലീസ് പ്രതിരോധിച്ചിരിക്കുന്നു. അവസാനം ഇതാ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പിന്നോട്ട് പാഞ്ഞ കൗൺസിലർമാരും അതുപോലെ തന്നെ പ്രവർത്തകരും തിരികെ വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ അവരുടെ കൊടികളെല്ലാം തന്നെ വീശി വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെ പോലീസ് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. മറ്റൊരു വശത്ത് നമുക്ക് കാണാൻ കഴിയും, ഈ കൗൺസിലർമാരടക്കമുള്ള വനിതാ പ്രവർത്തകർ നഗരസഭ ഉള്ളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനെയും പോലീസ് ചെറുക്കുന്നുണ്ട്, പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്. വലിയ ഒരു സംഘം ആണ് BJP പ്രവർത്തകർ ഇവിടേക്ക് പ്രതിരോധവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. പോലീസും അതേ രീതിയിൽ ഇവരെ ചെറുക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് അനർഹരായിട്ടുള്ള കുട്ടികൾക്ക് എന്നുള്ളതാണ്. വിവിധ വാർഡുകളിൽ വിതരണം ചെയ്ത ഇത്തരത്തിലുള്ള ഈ ലാപ്ടോപ്പ് എല്ലാം തന്നെ ഈ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവർക്കാണ് എന്നുള്ളതാണ് ആരോപണം. ഈ കൗൺസിലർമാർക്ക് വേണ്ടപ്പെട്ടവർക്കാണ് ഇത്തരത്തിൽ ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഇതിൽ വലിയ അഴിമതിയാണ്. ഒരു വാർഡിൽ 10 കുട്ടികൾക്ക് നൽകിയെങ്കിൽ അതിൽ 7 പേരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ മക്കളാണ്. അവർക്കാണ്, അതായത് ഈ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയത് വലിയ വരുമാനമാണ്. അത്തരത്തിൽ വരുമാനമുള്ളവർക്ക് പോലും ഈ ലാപ്ടോപ്പ് സൗജന്യമായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തിയത്. ഈ നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഇവരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് നഗരസഭയുടെ ഓഫീസിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിലും പോലീസ് അത് ചെറുത്തിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഹാഷ്മി.